ഇംഗ്ലണ്ടിനെതിരായ അവസാന 2020-ൽ ഇന്ത്യക്ക് കൂറ്റൻ ജയം. വാങ്കഡെ 2020-ൽ ഇംഗ്ലണ്ടിനെ 150 റൺസിന് തകർത്താണ് ഇന്ത്യയുടെ ജയം. സെഞ്ചുറിയും 2 വിക്കറ്റുമായി തകർപ്പൻ പ്രകടനം നടത്തിയ അഭിഷേക് ശർമ്മയുടെ പ്രകടനമാണ് മത്സരത്തിൽ നിർണായകമായത്. സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഖിലാഫ് അഹമ്മദ് ചേരുന്നു. ഖിലാഫ്, ഒടുവിൽ ആ കൂറ്റൻ ജയം പ്രതീക്ഷിച്ചിരുന്നതാണ്. സേതുലക്ഷ്മി, ഇംഗ്ലണ്ടിനെതിരെയായുള്ള അവസാന 2020 പരമ്പരയിൽ 150 റൺസിൻ്റെ കൂറ്റൻ ജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ഇംഗ്ലണ്ടിനെതിരെയുള്ള അവസാന 2020-ൽ ഒരു പറ്റം റെക്കോർഡുകളുടെ കൂടിയാണ് ഇന്ത്യൻ പടയുടെ ജയം. ഇന്ത്യക്കായി അതിവേഗത്തിൽ സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും നേടുന്ന രണ്ടാമത്തെ താരമായ അഭിഷേക് ശർമ്മ. 35 ബോളിൽ സെഞ്ചുറി തികച്ച രോഹിത് ശർമ്മയാണ് അഭിഷേകിന് മുന്നിലുള്ളത്. 2020 ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന നേട്ടവും അഭിഷേക് ശർമ്മ നേടി. സിക്സറുകളുടെ എണ്ണത്തിലും അഭിഷേക് ശർമ്മയാണ് 2020-ൽ ഇന്ത്യക്കായി മുമ്പിലുള്ളത്. 16 സിക്സുകളാണ് ഈ ഇന്നിങ്സിൽ അഭിഷേക് ശർമ്മ നേടിയത്. മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യക്ക് തുടക്കം സഞ്ജു സാംസന്റെ സഞ്ജു സാംസൺ നേരിട്ട് ആദ്യ പന്ത് തന്നെ സിക്സർ അടിച്ചാണ് തുടക്കം നേടിയത്. ആദ്യ ഓവറിൽ തന്നെ 16 റൺസുകളാണ് ഇന്ത്യ നേടിയത്. പിന്നീട് അഭിഷേക് ശർമ്മയുടെ മികച്ച ഒരു ബാറ്റിംഗ് പെർഫോമൻസ് ആണ് ഇന്ത്യക്ക് അനുകൂലമാക്കിയത്. കളി അനായാസം വിജയിക്കാൻ സാധിച്ചത്. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇംഗ്ലണ്ടിനെ ആകെ 2 പേര് മാത്രമാണ് 2 അക്കം കടന്നത്. 55 റൺസ് നേടിയ ഫിൽ സാൾട്ടും ജോനാഥൻ നാഥൻ കൂടിയാണ് 2 അക്കം കടന്നത്. ഇന്ത്യക്കായി മുഹമ്മദ് ഷമി 3 വിക്കറ്റും ശിവം ദൂബെയും വരുൺ ചക്രവർത്തിയും അഭിഷേക് ശർമ്മയും 2 വിക്കറ്റുകൾ വീതം നേടി. സേതുലക്ഷ്മി. ശരി.